ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളായ ജെയുടെ സെക്കൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് എല്ലാവരും നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളൊരു റിവിഷൻ പോലെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ക്ലാസ് റിവിഷൻ പോലെ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. First question, which of the following scaffolding is preferred to do construction work on upper part of a multi-storied building? ഓക്കെ, ഒരു മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിങ്ങിന്റെ അപ്പർ പാർട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സ്കഫോൾഡിംഗ് ആണ്? ട്രസ്റ്റൽ സ്കഫോൾഡിംഗ്, നീഡിൽ സ്കഫോൾഡിംഗ്, മേസൺ സ്കഫോൾഡിംഗ്, ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് നീഡിൽ സ്കഫോൾഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നീഡിൽ സ്കഫോൾഡിംഗ് ഏതെങ്കിലും സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത്, വെൻ ദി ഗ്രൗണ്ട് സർഫസ് ഡസ് നോട്ട് അലോ ഫോർ എ കൺവെൻഷണൽ സ്കഫോൾഡ്. ഓക്കെ, അതായത് നോർമലി നമുക്ക് കൺവെൻഷണലി യൂസ് ചെയ്യാൻ പറ്റാത്തപ്പോ അല്ലെ, അതായത് നമുക്ക് എന്താണ് ഗ്രൗണ്ട് സർഫസ് പ്രോപ്പർ അല്ലാത്ത കേസിൽ, അതായത് നമുക്കറിയാം നമ്മുടെ സ്കഫോൾഡിംഗ് എന്താണ് ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് വെക്കണം അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നീഡിൽ സ്കഫോൾഡിംഗ് യൂസ് ചെയ്യാം, ജസ്റ്റ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ടൈപ്പിൽ. ദെൻ വെൻ ദ പ്രൊജക്ട് ഈസ് ഓൺ ദി സൈഡ് ഓഫ് എ ബിസി റോഡ്, അതായത് നമുക്ക് സ്കഫോൾഡിംഗ് വെക്കാൻ ആവശ്യമായിട്ടുള്ള എന്താണ് സ്പേസ് ഇല്ല. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? നീഡിൽ സ്കഫോൾഡിംഗ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇപ്പൊ അപ്പർ സ്റ്റോറീസിലൊക്കെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതെങ്കിലും നീഡിൽ സ്കഫോൾഡിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ 3 സിറ്റുവേഷൻസിലാണ്. അപ്പം ഇതും നമുക്ക് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് നീഡിൽ സ്കഫോൾഡിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഓൾ ഓഫ് ദി എബോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി എക്സ്റ്റേണൽ ജാംബ് ഓഫ് എ റോഡ് or a window opening at right angles to the wall face is known as. എക്സ്റ്റേണൽ ജാംബ് ഓഫ് എ റോഡ്, അതായത് ഒരു ഡോറിന്റെയോ വിൻഡോയുടെയോ എക്സ്റ്റേണൽ ജാംബ് ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് തന്നെ എക്സ്റ്റേണൽ ജാംബിനെ വിളിക്കുന്ന പേരെന്താണ്? വോൾ ഫേസിന് റൈറ്റ് ആംഗിൾ ആയിട്ടുള്ളത്. റിബേറ്റ്, ട്രാൻസ്ഫോം, റിവീൽ, മൂല്യം. ഓക്കെ, എല്ലാവരും മാക്സിമം എല്ലാവരും ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. റിവീൽ എന്നാണ് പറയുന്നത് അല്ലെ. ആ ഒരു വെർട്ടിക്കൽ എക്സ്റ്റേണൽ ഉണ്ടോ, ഏതാണ് നമ്മുടെ ഒരു ഡോറിന്റെ ആ ഒരു ഫിഗർ? ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, നമുക്ക് പലതും നമുക്ക് എക്സാമുകൾക്ക് മാറിപ്പോകുന്നതാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടും റിവീൽ. ജാംബ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി ജാംബ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഫേസ് ഓഫ് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗിന്റെ വെർട്ടിക്കൽ ഫേസിനാണ് നമ്മൾ ജാംബ് എന്ന് പറയുന്നത്. റിവീൽ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു എക്സ്റ്റേണൽ തള്ളി നിൽക്കുന്ന പോർഷൻ ആണ് അല്ലെ, ആ ഒരു ഫ്രെയിമിൽ തള്ളി നിൽക്കുന്ന പോർഷൻ. പിന്നെ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല, ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ഒരു ഫ്രെയിമിന്റെ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. മൂല്യം എന്ന് പറയുമ്പോൾ എന്താണ്? വെർട്ടിക്കൽ മെമ്പർ ഓഫ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ, അതായത് നമ്മുടെ ഡോറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ നടുക്ക് കടന്ന ഭാഗം കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ആ നടുക്ക് കാണുന്ന ആ ഒരു പോർഷൻ, അതായത് രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statement is or are correct? Okay, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the continuous length of DPC to be laid in a single day is limited to 6 meter. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, surface of mosaic flooring is to be covered with the wet backs after about 2 hours of laying. Then for the application of oil distemper, it is mixed with the required amount of linseed oil and applied on the surface. Then polish is pure shellac having varying from pale orange to lemon yellow color, free from resin, dirt and dissolved in water at the rate of 0.15 kilogram of shellac to 1 liter of water. Actually, ഇത് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ബിൽഡിംഗ് മെറ്റീരിയലും കൂടി ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. പെയിന്റിന്റെ പോർഷനും വന്നിട്ടുണ്ട്, ഫ്ലോറിംഗ് വന്നിട്ടുണ്ട്, DPC വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാവരും ഓൾമോസ്റ്റ് എന്താണ് ഒരു റിവിഷൻ കഴിഞ്ഞതാണ്. സോ എല്ലാവരും പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ പറയാൻ ശ്രമിക്കുക. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്?
ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അറിയത്തില്ല ആർക്കും. ഓക്കെ, അനന്തു സി ആണ് പറഞ്ഞേക്കുന്നത്. എല്ലാരും പറയാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മുടെ എക്സാമിന് നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആൻസർ എഴുതുന്നത്. സോ ഞാൻ പറഞ്ഞേക്കാം. അതായത് കണ്ടിന്യൂസ് ലെങ്ത് ഓഫ് ഡി പി സി ടു ബി ലൈഡ് ഇൻ എ സിംഗിൾ ഡേ ഇസ് ലിമിറ്റഡ് ടു 6 മീറ്റർ. ആക്ച്വലി നമ്മുടെ ഡി പി സിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് ഒരു കോഡിൽ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇപ്പൊ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിക്കുക, കാരണം ഇനിയും വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ വേണമെങ്കിൽ ഇത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ശ്രീനി ഡി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ആൻസർ ജസ്റ്റ് പറഞ്ഞേക്കാം. അപ്പം കണ്ടിന്യൂസ് ലെങ്ത് ഓഫ് ഡി പി സി ടു ബി ലൈഡ് ഇൻ എ സിംഗിൾ ഡേ, ഒരു ദിവസം ഇത്ര ലെങ്തിൽ ഡി പി സി എന്ന് നമുക്ക് ഒരു ലിമിറ്റ് അങ്ങനെ പറയുന്നില്ല, ഒരു പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല. ദെൻ രണ്ടാമത്തത് സർഫസ് ഓഫ് മൊസൈക് ഫ്ലോറിംഗ് ഈസ് ടു ബി കവേർഡ് വിത്ത് wet bags after about 2 hours of laying. ഓക്കെ, അത് നമുക്കുണ്ട്. കാരണം മീൻസ് ഫ്ലോറിങ്ങിന്, മൊസൈക് ഫ്ലോറിങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വെറ്റ് ബാഗ്സ് കൊണ്ട് 2 hours ലേ ചെയ്യണം. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നീട് വരുന്നത് എന്താണ്? ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഓയിൽ ഡിസ്റ്റംബർ ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് എന്താണ്? റിക്വയർഡ് എമൗണ്ട് ഓഫ് ലിൻസീഡ് ഓയിൽ ആൻഡ് അപ്ലൈഡ് ഓൺ ദി സർഫസ്. ആക്ച്വലി ഡിസ്റ്റംബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ലിൻസീഡ് ഓയിൽ അല്ല വെഹിക്കിൾ. എന്താണ് ഡിസ്റ്റംബറിലെ വെഹിക്കിൾ വരുന്നത്? വാട്ടർ ആണ്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തത് പോളിഷ് ഈസ് പ്യുവർ ഷെല്ലാക്ക് വേരിയിങ് ഫ്രം. അതായത് ഇത് മറ്റുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പോളിഷ് എന്ന് പറയുന്നത് ഫ്രഞ്ച് പോളിഷ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഷെല്ലാക്ക് ഈസ് ഓൾസോ നോൺ ആസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുള്ളതാണ്. സോ പോളിഷ് എന്ന് പറയുന്നത് പ്യുവർ ഷെല്ലാക്ക് ആണ്, വേരിയിങ് ഫ്രം പെയിൽ ഓറഞ്ച് ടു ലെമൺ യെല്ലോ കളർ, ഫ്രീ ഫ്രം റെസിൻ, dirt dissolved in water at the rate of 0.15 kilogram of shellac to 1 liter of. ആ 1 ലിറ്റർ വരെ കറക്റ്റ് ആണ്, പക്ഷെ 1 ലിറ്റർ ഓഫ് വാട്ടർ അല്ല. വാട്ടറിന് പകരം നമ്മളോട് ഉപയോഗിക്കുന്നത് മെത്തിലേറ്റഡ് സ്പിരിറ്റ് ആണ്. ഓക്കെ, അറിയാമയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഈ ഷെല്ലാക്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് പോളിഷ് എന്ന് പറയുന്നത് 0.15 കിലോഗ്രാം ഓഫ് ഷെല്ലാക്കും അതുപോലെ തന്നെ 1 ലിറ്റർ ഓഫ് മെത്തിലേറ്റഡ് സ്പിരിറ്റും ആണ്, വാട്ടർ അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആകെപ്പാടെയുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത് ബി, മീൻസ് 2 ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ ഇസ് കോൾഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പക്ഷെ കണ്ടിന്യൂസ്ലി മീൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് അൺസേഫ് സ്ട്രക്ചർ. ഒരു അൺസേഫ് സ്ട്രക്ചറിനെ നമുക്ക് സ്കഫോൾഡിങ്ങും ഷോറിങ്ങും അണ്ടർപിന്നിങ്ങും എല്ലാം നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നതാണ് അല്ലെ? അതർ ദാൻ കൺസ്ട്രക്ഷൻ ആണ്, ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്, പക്ഷെ അൺസേഫ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അനന്തു നിജ എല്ലാവരും സി ആണ് പറഞ്ഞേക്കുന്നത്. മാക്സിമം എല്ലാവരും, ഒരുപാട് പേരുണ്ട്, അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ സി ഷോറിംഗ് ആണ് അല്ലെ? ഷോറിംഗ് ആണ്, പല ടൈപ്പ് ഉണ്ട്, നമ്മൾ ഓരോ സിറ്റുവേഷൻസിലും പലത് യൂസ് ചെയ്യും. അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി വരുന്നുണ്ട്. സോ ഷോറിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അണ്ടർപിന്നിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫൗണ്ടേഷന്റെ കേസിലൊക്കെയാണ് അല്ലെ? സ്കഫോൾഡിംഗ് നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് എ ഷട്ടർ ഫ്രെയിം ഈസ് കോൾഡ്. ഒരു ഷട്ടർ ഫ്രെയിമിന്റെ, ഓക്കെ, ഡോറിന്റെ ഷട്ടർ ഫ്രെയിമിന്റെ വെർട്ടിക്കൽ സൈഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റൈൽ ആണ് വെർട്ടിക്കൽ സൈഡ് അല്ലെ? വെർട്ടിക്കൽ സൈഡ് അല്ലെങ്കിൽ വെർട്ടിക്കലിനെ വിളിക്കുന്ന പേര് സ്റ്റൈൽ എന്നാണ്. ഓക്കെ, നേരെയുള്ളത് റെയിൽ വരും അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കപ്പിൾ റൂഫ് ഈസ് യൂസ്ഡ് ഫോർ സ്പാൻസ്. കപ്പിൾ റൂഫ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പാൻ ഏതാണ്? അതായത് നമ്മൾ, നിങ്ങൾക്കറിയാം റൂഫിൽ തന്നെ നമ്മൾ എന്താണ് ട്രസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്.
പക്ഷെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെ, നമ്മൾ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് തന്നെ വലിയ സ്പാനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ സ്പാൻ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിലാണ് നമ്മളിപ്പോൾ ഷെഡ് റൂഫ് അങ്ങനെയുള്ള പല ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ടൈപ്പ് ഓഫ് റൂഫിന്റെയും ആ ഒരു മീൻസ് സ്പാനിന്റെ വേരിയേഷൻ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ ആണ് നമ്മുടെ സ്പാൻ അല്ലെ. 2.5 മീറ്റർ ആണ് നമ്മുടെ റൂഫിന്റെ സ്പാൻ എങ്കിൽ ലീൻ ടു റൂഫ് കൊടുക്കും. ദെൻ കപ്പിൾ റൂഫിന് 3.5 മീറ്റർ ആണ്. കപ്പിൾ ക്ലോസ് റൂഫ് ആണെങ്കിൽ 4.2 മീറ്റർ ആണ്. ദെൻ കോളർ ബീം റൂഫ് ആണെങ്കിൽ 4.5 മീറ്റർ. കോളർ ആൻഡ് സിസർ റൂഫ് ആണെങ്കിൽ 4.8 മീറ്റർ. തീർന്നിട്ടില്ല, നമുക്ക് ഇനിയും ഉണ്ടല്ലേ. ഈ 4.8 വരെ നോർമൽ റൂഫിങ്ങിന് കൊടുക്കും. പക്ഷെ അതിനുശേഷം 5 മീറ്റർ മുതൽ മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന എന്താണ്, ട്രസ് ആണ് കൊടുക്കുന്നത്. കിങ് പോസ്റ്റ്, ക്യൂൻ പോസ്റ്റ്, മൻസാഡ് അല്ലെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രസ്സുകൾ കൊടുക്കും. അതിനെ പറ്റി ഞാൻ പറയുന്നില്ല. സോ 5ൽ താഴെയുള്ള പല ടൈപ്പ് ഓഫ് റൂഫുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? എ ആണ് ആൻസർ അല്ലെ. 3.5 ആണ് കപ്പിൾ റൂഫിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ്. ഒരു ആർച്ചിന്റെ അണ്ടർ സർഫസിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച നടന്ന നമ്മുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ചോദിച്ചായിരുന്നു ഒരെണ്ണം, ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച്. ഓക്കെ, ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലും ഇതുപോലെ തന്നെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇൻട്രാഡോസ് ഉണ്ട്, സോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇന്നർ സർഫസ് എന്നും അണ്ടർ സർഫസ് എന്നും പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾക്ക് സോഫിറ്റ് തന്നെയാണ്. ഓക്കെ, അതേസമയം അതായത് അണ്ടർ സർഫസിന് പകരം ഇന്നർ സർഫസ് എന്ന് ചോദിച്ചാലും അത് സോഫിറ്റ് തന്നെയാണ്. ക്വസ്റ്റ്യൻ മാറി വരുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അത് ആ സമയത്ത് ഇന്നർ സർഫസിന് പകരം ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻട്രാഡോസ് ആയിരിക്കും. അത് മിക്കവാറും പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സോ അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ച് സോഫിറ്റ്. അതുപോലെ ഇന്നർ സർഫസ് ചോദിച്ചാലും സോഫിറ്റ് തന്നെ, പക്ഷെ ഇന്നർ കർവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻട്രാഡോസ് ആയിരിക്കും. ഓക്കെ, സോ ആൻസർ ഡി കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The highest line of sloping roof where two opposite slopes meet is known as. The highest line of sloping roof where two opposite slopes meet is known as. അതെ, സ്ലോപ്പിംഗ് റൂഫിന്റെ രണ്ട് ഓപ്പോസിറ്റ് സ്ലോപ്പുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ലൈനെ വിളിക്കുന്ന പേര് റിഡ്ജ് ആണ്. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the type of foundation that is used to spread the load of superstructure over a large base. ഒരു ലാർജ് ഏരിയയിലേക്ക് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ ഈവൻലി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പാണ്? ലാർജ് ഏരിയ, അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, ഓക്കെ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ ആണ് അല്ലെ. അത് തന്നെ നമുക്ക് റാഫ്റ്റ് മീൻസ് വലിയ ഒരു പ്ലാൻ ഏരിയ ആയിരിക്കും അതിന് താഴത്തുള്ളത്. അപ്പൊ ആ ഒരു ഏരിയ വഴി നമുക്ക് വലിയൊരു ഡിസ്റ്റൻസിലേക്ക് നമ്മുടെ ലോഡിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Double pitch roof form that provides adequate space within the roof structure for units of accommodation is named as. Double pitch roof form that provides adequate space within the roof structure for units of accommodation is named as. നിങ്ങൾ ഒരാൾ പറയുന്നത് കണ്ട് പറയരുത്, നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ ആണ് പറയാനായിട്ട് കേട്ടോ. മീൻസ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ആൻസർ പറയാം. ഓക്കെ, സോ ഡബിൾ പിച്ച് റൂഫ് ഫോം ദാറ്റ് പ്രൊവൈഡ്സ് ആഡിക്വേറ്റ് സ്പേസ് ആണ്. ഡബിൾ പിച്ച് റൂഫ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് പിച്ച് ഉള്ള റൂഫാണ് അല്ലെ. എന്ന് വെച്ചാൽ രണ്ട് ഡിഫറെന്റ് പിച്ച് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് വേണേൽ പറയാം. പിച്ചും സ്ലോപ്പും ഒന്നല്ല. ഓക്കെ, അപ്പം അങ്ങനെ വരുന്നത് മൻസാഡ് അല്ലെങ്കിൽ ഗാംബ്രൽ റൂഫാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ മൻസാഡ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ക്യൂൻ പോസ്റ്റ് ട്രസ് ആൻഡ് കിങ് പോസ്റ്റ് ട്രസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, നെയിം ദി കോസ്റ്റ് ഇഫക്റ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് വാൾസ് വിത്ത് bricks on edges and a cross brick between each, which also produces a 9-inch thick wall with an air cavity in between. അത് ഏത് ടൈപ്പ് ബ്രിക്ക് ബോണ്ട് ആണ്? ഓക്കെ, കോസ്റ്റ് ഇഫക്റ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് വാൾസ് ആണ്. അതുപോലെ തന്നെ എന്താണ്,
അതുപോലെ തന്നെ ഒരു എയർ ക്യാവിറ്റിയും കൂടി ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏതാണ് നെക്സ്റ്റ് ഫിഗർ കൊടുത്തിട്ടുണ്ട്. റാറ്റ് ട്രാപ്പ് ബോണ്ട് കറക്റ്റ് ആണ് ആൻസർ പറഞ്ഞത് കേട്ടോ. റാറ്റ് ട്രാപ്പ് ബോണ്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു ബോണ്ടിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സി കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫില്ലർ സ്ലാബ്സ് ആർ ബെനിഫിഷ്യൽ ഓവർ ദി കൺവെൻഷണൽ റൂഫിംഗ് ടെക്നിക്സ് ബിക്കോസ്. ഫില്ലർ സ്ലാബ്. ഓക്കെ, നമ്മൾ കൺവെൻഷണൽ റൂഫിംഗ് ടെക്നിക്സിന് ഫില്ലർ സ്ലാബ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് യൂസസ് ലെസ് കോൺക്രീറ്റ്, ഇറ്റ് സേവ്സ് ദി കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ കോൺക്രീറ്റ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സ്റ്റീൽ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ള ആൻസർ കേട്ടോ. ബാക്കിയുള്ളവരും കൂടി പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മീൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ യൂഷ്വലായിട്ട് ചോദിക്കാറുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കൂടി ആൻസർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി അങ്ങോട്ടത്തെ എക്സാമുകളുടെ എല്ലാം പാറ്റേൺ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഫില്ലർ സ്ലാബ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ നോർമൽ റൂഫ് സ്ലാബ്. ഓക്കെ, അതായത് ഫ്ലാറ്റ് സ്ലാബ് ഉണ്ടല്ലോ, അതാണ് ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയാൻ പറ്റത്തില്ല. മീൻസ് സ്ലാബ് ആയിട്ട് നമ്മൾ, അതായത് പിച്ച്ഡ് റൂഫും ഉണ്ട്, സ്ലോപ്പിംഗ് റൂഫും ഉണ്ട്, അതിൽ മീൻസ് ഫ്ലാറ്റ് റൂഫും ഉണ്ട്. സോ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ്, അതാണ് ഫില്ലർ സ്ലാബ് ഉപയോഗിച്ചിട്ട് നമ്മൾ കെട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വളരെ കുറവായിരിക്കും അല്ലെ? കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത്. സോ ലെസ് കോൺക്രീറ്റ് മതിയാവും. പക്ഷെ ഇപ്പൊ നമ്മൾ മീൻസ് ഇപ്പൊ ടിമ്പർ ആണ് യൂസ് ചെയ്യണമെങ്കിൽ, ടിമ്പറോ സ്റ്റീലോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ട്രസ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് മെറ്റീരിയലും വേണ്ടി വരും, കൺസ്ട്രക്ഷൻ കോസ്റ്റും കൂടുതലായിരിക്കും അല്ലെ? അപ്പം ഫില്ലർ സ്ലാബുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലെസ് കോൺക്രീറ്റ് മതി. കോൺക്രീറ്റ് വേണ്ടെന്നല്ല, എമൗണ്ട് കുറവ് മതി. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റും സേവ് ചെയ്യാൻ പറ്റും. സോ ആൻസർ വരുന്നത് എ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് RCC ഫില്ലർ സ്ലാബ്. ഞാനിവിടെ ജസ്റ്റ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഇത് വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർഡ് ടു ഫ്രെയിംഡ് സ്ട്രക്ചർ, ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ. ഫ്രെയിംഡ് സ്ട്രക്ചറിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റിക്വയർസ് ഗുഡ് ബെയറിംഗ് കപ്പാസിറ്റീസ് ഓഫ് സോയിൽ. Good bearing capacity soil is best suited for small scale structures, allows flexibility in planning the interior, can have thinner walls. ഫ്രെയിംഡ് സ്ട്രക്ചറും ലോഡ് ബെയറിംഗ് സ്ട്രക്ചറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. ഫ്രെയിംഡ് സ്ട്രക്ചറിന് പകരം ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ യൂസ് ചെയ്ത്, ലോഡ് ബെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ലോഡിനെ എടുക്കുന്നതാണ് അല്ലെ? ലോഡിനെ എടുക്കുന്ന ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ലോഡ് ചെന്നിറങ്ങുന്ന സോയിലിന്റെ പ്രത്യേകത എന്തായിരിക്കണം? എല്ലാവരും ആൻസർ പറയാൻ ശ്രമിക്കുക. ഇതൊക്കെ വായിച്ച കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇറങ്ങി ചെല്ലുന്ന സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കൂടുതലായിട്ട് മീൻസ് നല്ലതായിട്ട് വേണം അല്ലെ? സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ആ ഒരു ബിൽഡിംഗ് ഇരുന്ന് പോകും അല്ലെ? സെറ്റിൽമെന്റ് സംഭവിക്കും. പിന്നെ വരുന്നത് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്മോൾ സ്കെയിൽ സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ കേട്ടോ. നിങ്ങൾ നിമി ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നല്ലപോലെ ഇതെല്ലാം മനസ്സിലാവും. ഓക്കെ, സോ റിക്വയർസ് ഗുഡ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, അതുപോലെ തന്നെ ഇറ്റ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്മോൾ സ്കെയിൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോൾ 1 and 2 തന്നെയാണ് ഇവിടുത്തെയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിച്ചഡ് റൂഫ്, സോറി സ്പെല്ലിംഗ് റൂഫ് ആണ്. പിച്ചഡ് റൂഫ് ഷുഡ് ഹാവ് സ്ലോപ്പ് മോർ ദാൻ അറ്റ്ലീസ്റ്റ്. പിച്ചഡ് റൂഫിന് മിനിമം, ഓക്കെ, സ്ലോപ്പ് മോർ ദാൻ അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? മിനിമം എത്ര സ്ലോപ്പ് ആണ് പിച്ചഡ് റൂഫ് എന്ന് നമ്മൾ പറയുന്നത്? 60 ഡിഗ്രി, 10 ഡിഗ്രി, 15 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ആൻസർ പറഞ്ഞാലേ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മിനിമം സ്ലോപ്പ് ആണ് കേട്ടോ ഇന്ദു. മിനിമം പിച്ചഡ് റൂഫ് ഷുഡ് ഹാവ് സ്ലോപ്പ് മോർ ദാൻ അറ്റ്ലീസ്റ്റ് ഏത് സ്ലോപ്പിൽ കൂടുതലായിട്ട് വരണം? അതാണ് നിങ്ങൾക്ക് ആൻസർ എല്ലാം അറിയാം, പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. ഓക്കെ, സോ 10 ഡിഗ്രി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ദു തിരുത്തി പറഞ്ഞു 10 ഡിഗ്രി. ഓക്കെ, അപ്പം 10 ഡിഗ്രി ആണ്, അതായത് മിനിമം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10 ഡിഗ്രി ആണ് മിനിമം. മിനിമം 10 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ പിച്ചഡ് റൂഫ് ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വിൻഡോ ദാറ്റ് പ്രൊജക്ട്സ് ഔട്ട്സൈഡ് ദി എക്സ്റ്റേണൽ വാൾ ഓഫ് എ റൂം. ഒരു റൂമിന്റെ ഔട്ട്സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ? കോർണർ, ഡോർമർ, ബേ ആൻഡ് ക്ലിയർ സ്റ്റോറി വിൻഡോ.
അതെല്ലാവരും കറക്റ്റ് ആണ് ആൻസർ. ബേ വിൻഡോ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ഫിഗേഴ്സ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് അറിയാം. ഓക്കെ, നെക്സ്റ്റ്. ഇതിൽ ഓരോന്നും മനസ്സിലല്ല. കോർണർ വിൻഡോ, രണ്ടാമത്തെ ഫിഗറിൽ ഡോർമർ വിൻഡോ ആണ്. ദെൻ തേർഡ് ഫിഗറിൽ വരുന്നതാണ് ബേ വിൻഡോ, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ദെൻ അടുത്ത ലാസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ക്ലിയർ സ്റ്റോറി വിൻഡോ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഷാലോ ഫൗണ്ടേഷൻ? ഇതും എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് അല്ലെ. ഷാലോ ഫൗണ്ടേഷൻ എക്സാമ്പിൾസ്. ഷാലോ ഫൗണ്ടേഷനിൽ തന്നെയുള്ള പല ഫൗണ്ടേഷൻസിന്റെയും ലിസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാം. സോ പിയർ ഫൗണ്ടേഷനും പൈൽ ഫൗണ്ടേഷനും ഡീപ് ഫൗണ്ടേഷൻ ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ പിന്നെ ആൻസർ വരുന്നതായിരിക്കും മാറ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും. സോ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി റൂഫ് ഹാവിംഗ് സ്ലോപ്പ് ഇൻ ഓൾ 4 directions ഇസ് കോൾഡ്. എല്ലാ ഡയറക്ഷനിലും സ്ലോപ്പ് ഉള്ള റൂഫിനെ വിളിക്കുന്ന പേര് എന്താണ്? ഹിപ്പ് പിച്ച് റൂഫ്, ഗാംബ്രൽ റൂഫ്, ഷെഡ് റൂഫ്, നോർത്ത് ലൈറ്റ് റൂഫ്. ഓക്കെ, ഞാൻ നേരത്തെ ഫിഗർ കാണിച്ചതിലും ഉണ്ടായിരുന്നു ഒരു ടൈപ്പ്. ഓക്കെ, ആൻസർ എല്ലാം കറക്റ്റ് ആണ്. ഹിപ്പ് ആണ് അല്ലെ. ഹിപ്പ് റൂഫ് എന്നാണ്. എല്ലാ ഡയറക്ഷനിലും സ്ലോപ്പ് ഉള്ള റൂഫിനെ വിളിക്കുന്ന പേരാണ് ഹിപ്പ് റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് എല്ലാ ഡയറക്ഷനിലേക്കും സ്ലോപ്പ് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ടെർമിനേഷൻ ഓഫ് എ വോൾ ഇൻ സ്റ്റെപ്ഡ് ഫാഷൻ ഇസ് കോൾഡ്. സ്റ്റെപ്ഡ് ഫാഷനിലുള്ള വോളിന്റെ ടെർമിനേഷനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ മീൻസ് എന്താണ് ഓൾട്ടർനേറ്റ് ആയിട്ട് അല്ലെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ബ്രിക്കും ബ്രിക്ക് മേസൺട്രിയും അത് ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലും അങ്ങനെ കയറി വരുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടിലും ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ടൂത്തിങ് എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റ് കോഴ്സസ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. ഓൾട്ടർനേറ്റ് നമ്മുടെ പല്ലോർത്താൽ മതി. ഓക്കെ, അപ്പം അതാണ്. നെക്സ്റ്റ് റേക്കിംഗ് ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റെപ്ഡ് ഫാഷനിലുള്ളതാണ്. ഓക്കെ, ടെർമിനേഷൻ ഓഫ് എ വോൾ ഇൻ സ്റ്റെപ്ഡ് ഫാഷൻ, അതാണ് റേക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രൊജക്ടിംഗ് സ്റ്റോൺ വിച്ച് യൂഷ്വലി പ്രൊവൈഡ് ടു സെർവ് ആസ് സപ്പോർട്ട് ഫോർ റൂഫ് ട്രസ്, ബീം, വെതർ ഷെഡ്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൊജക്ടിംഗ് സ്റ്റോൺ. ഓക്കെ, മിക്കവാറും പേർക്കൊക്കെ മീൻസ് എല്ലാവർക്കും അറിയാം, പക്ഷെ ചിലർക്കെങ്കിലും ഈ ഒരു മീൻസ് കോപ്പിംഗ്, കോർബല്, കോർണിസ് ഇത് മൂന്നും കൂടി തിരിഞ്ഞു പോകാം കേട്ടോ. അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്ന് പറയുന്ന ഏതാണ്? കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞത് സി ആണ്. ഓക്കെ, ഈ കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് കോഴ്സ് അല്ലെ, ഒരു കോഴ്സ് ഓഫ്, അതായത് സ്റ്റോൺ മേസൺട്രി ആയാലും ബ്രിക്ക് മേസൺട്രി ആയാലും നമ്മൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലെയർ ആയിട്ട് അടുക്കി വെക്കുന്നതിനാണ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, നമ്മൾ ഈസി ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കർവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഫോമിൽ കൊടുക്കുന്നതാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ കോർണിസ് എന്ന് വെച്ചാൽ എന്താണ്? ഓർണമെന്റൽ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ മീൻസ് ഓർണമെന്റൽ പർപ്പസിനായിട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, ഹൊറിസോണ്ടൽ ഒരു പ്രൊജക്ഷൻ ആണ്, നീളത്തിൽ കൊടുക്കുന്ന ഒരു പ്രൊജക്ഷൻ ആണ് അല്ലെ. കോർബൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്റ്റോൺ മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കണ്ടോ, കോർണിസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി പോവുകയാണ് അല്ലെ. ദെൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് കോർബൽ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു സ്റ്റോൺ മാത്രം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ്ഡ്. ഏത് ഫൗണ്ടേഷനിലാണ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെൽ ഫൗണ്ടേഷൻ, മെഷീൻ ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ. ഐ ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനിലാണ്? ഓക്കെ, 2-3 പേര് മാത്രമേ ആൻസർ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഐ ഫൗണ്ടേഷൻ ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീൻ ഫൗണ്ടേഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ്ഡ് ഇൻ എക്സ്റേ റൂംസ് ടു പ്രൊട്ടക്ട് ദി പേഴ്സൺ വർക്കിംഗ്. ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വീക്ക് നടന്ന എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. യൂസ്ഡ് ഇൻ എക്സ്റേ റൂംസിൽ നമ്മൾ ഏത് ടൈപ്പ് പ്ലാസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, സിമെന്റ് പ്ലാസ്റ്റർ, മഡ് പ്ലാസ്റ്റർ, ബേരിയം പ്ലാസ്റ്റർ, സുർക്കി പ്ലാസ്റ്റർ. ബേരിയം പ്ലാസ്റ്റർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എക്സ്റേ റൂംസിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫൗണ്ടേഷൻ പ്രൊവൈഡഡ് ബിലോ എ ഹെവിലി ലോഡഡ് സ്റ്റീൽ കോളം ഓൺ എ സോയിൽ ഓഫ് ലോ ബെയറിംഗ് കപ്പാസിറ്റി ഈസ്. ഇത് നിങ്ങൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിലും പഠിക്കാറുണ്ട്. മീൻസ് നമ്മുടെ സ്റ്റീൽ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഒരു പോർഷനിലുള്ളതാണ്, കംപ്രഷൻ മെമ്പറിന്റെ പോർഷനിലുള്ളതാണ്. ആൻഡ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും എന്താണ്, ഹെവി ആയിട്ട് ലോഡ് വരുന്ന കേസിൽ എന്താണ്
നമ്മുടെ സർഫസിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന സോയിലിന് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ഡെപ്തിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഈ ലോഡിനെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആണ്. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദി ക്ലാസ് ഷെൽ റൂഫ്? ഷെൽ റൂഫിൽ വരാത്തത് എന്താണ്? ഈ ഒരു താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡോം, വാർപ്ഡ് സർഫസ്, ബാരൽ വോൾട്ട്, ഫ്ലാറ്റ് സ്ലാബ്. കാണുമ്പോഴേ ഓപ്ഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അല്ലെ ഷെൽ റൂഫിൽ വരാത്ത ടൈപ്പ് ഏതാണ്. അപ്പം ഒരു കാര്യം ഓർക്കണം, ഷെൽ റൂഫിൽ വരുന്ന ടൈപ്പ് ഏതാണെന്നും കൂടി ജസ്റ്റ് നോട്ട് ചെയ്യണം. കാരണം ആദ്യം വരുന്ന 3 ഓപ്ഷൻസും ഷെൽ റൂഫിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാത്തിനും ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഫ്ലാറ്റ് സ്ലാബ് ആണ് അല്ലെ. ഫ്ലാറ്റ് സ്ലാബ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫ്ലാറ്റ് ആയിട്ടാണ് അല്ലെ. ഷെൽ റൂഫ് എന്ന് പറയുമ്പോൾ കർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഓരോ മീൻസ് ഞാൻ പറഞ്ഞിരുന്ന ആ ഓരോന്നും. ഡോം, ഓക്കെ, ബാരല്, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നതാണ്. ഷെൽ റൂഫിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇത് 3. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ 3 ഓപ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡീകപ്ലിംഗ് ഓഫ് ദി സൂപ്പർ സ്ട്രക്ചർ ഫ്രം സബ്സ്ട്രക്ചർ റെസ്റ്റിംഗ് ഓൺ എ ഷേക്കിംഗ് ഗ്രൗണ്ട് ഇസ് കോൾഡ്. നിങ്ങളുടെ ജെയുടെ സിലബസിൽ തന്നെ സേഫ്റ്റി അഗെയിൻസ്റ്റ് എർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ മീൻസ് ഈ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് അതിലും കൂട്ടാം, നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലും കൂട്ടാം. കാരണം ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഉണ്ടല്ലോ. സോ ഡീകപ്ലിംഗ് ഓഫ് ദി സബ്സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ ഫ്രം സബ്സ്ട്രക്ചർ റെസ്റ്റിംഗ് ഓൺ എ ഷേക്കിംഗ് ഗ്രൗണ്ട് ഇസ് കോൾഡ്. വിളിക്കുന്ന പേര് ബേസ് ഐസൊലേഷൻ ആണ് അല്ലെ. ബേസ് ഐസൊലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോങ്ക് ബോണ്ട് ഈസ് റിലേറ്റഡ് ടു. മോങ്ക് ബോണ്ട് മിക്കവാറും പരീക്ഷകൾക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ മോങ്ക് ബോണ്ട്. ഓക്കെ, അതുപോലെ മോങ്ക് ബോണ്ടിലുള്ള ഹെഡറിന്റെയും സ്ട്രക്ചറിന്റെ റേഷ്യോ എത്രയാണ്? ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. സോ ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് 1 സ്ട്രക്ചർ to 5 ഹെഡേഴ്സ്. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട്, ഡച്ച് ബോണ്ട്, ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് 1 ഹെഡർ to 2 സ്ട്രക്ചേഴ്സ്. സോ ഓപ്ഷൻ പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് തന്നെ. അതിൽ എന്താണ്? ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് 1 ഹെഡർ to 2 സ്ട്രക്ചേഴ്സ് അല്ലെ. ഒരു കോഴ്സിൽ തന്നെ ഒരു സ്ട്രക്ചറിന് ശേഷം 2 സ്ട്രക്ചർ, പിന്നെ ഒരു സ്ട്രക്ചർ, അങ്ങനെ ആണ് പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ റേഷ്യോ 1:2 വരും. ഹെഡർ ടു സ്ട്രക്ചർ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ 1:2, സ്ട്രക്ചർ ടു ഹെഡർ ചോദിച്ചു കഴിഞ്ഞാൽ 2:1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോവർ പിച്ച് ഓഫ് മൻസാർഡ് ട്രസ് വേരീസ് ഫ്രം. മൻസാർഡ് ട്രസിന്റെ ലോവർ പിച്ച് ഏതാണ്? ഓക്കെ, വേരിയേഷൻ ഏതാണ്? ഓക്കെ, മൻസാർഡ് ട്രസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ട്രസ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ് അല്ലെ. അപ്പൊ അതില് ഏതാണ് താഴെ വരുന്നത്? ക്യൂൻ പോസ്റ്റ് താഴെയും കിങ് പോസ്റ്റ് മുകളിലുമാണ്. ഓക്കെ, ക്യൂൻ പോസ്റ്റിന്റെ താഴെയും കിങ് പോസ്റ്റ് മുകളിൽ. അപ്പൊ കിങ് പോസ്റ്റിന്റെ എത്രയാണ്? കിങ് പോസ്റ്റിന് ചെറിയ പിച്ച് ആയിരിക്കും. കിങ് പോസ്റ്റിന്റെ പിച്ചാണ് ഫസ്റ്റ് ഓപ്ഷന് കൊടുത്തിരിക്കുന്ന 30 ഡിഗ്രി to 40 ഡിഗ്രി. ഓക്കെ, 40 ഡിഗ്രി അല്ലെ 45 ഡിഗ്രി ഒക്കെ വരാറുണ്ട് കിങ് പോസ്റ്റിന്റെ കേസിൽ. ക്യൂൻ പോസ്റ്റ് വരുന്നത് 60 ഡിഗ്രി to 70 ഡിഗ്രി ആണ്. ഓക്കെ, ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The intermediate support for the binders in a triple joist timber floor is. ഒരു ട്രിപ്പിൾ ജോയിസ്റ്റ് ടിംബർ ഫ്ലോറിന്റെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ടും ഈ സിംഗിൾ ജോയിസ്റ്റ്, അതുപോലെ ഡബിൾ ജോയിസ്റ്റ്, ട്രിപ്പിൾ ജോയിസ്റ്റ്, ഇതെല്ലാം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഒന്നെങ്കിൽ എന്റെ സ്പാൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ. ഓക്കെ, അപ്പം സിംഗിൾ ജോയിസ്റ്റ് ആണെങ്കിൽ എന്താണ്? സിംഗിൾ ജോയിസ്റ്റിൽ നോർമൽ ആണ് അല്ലെ, ലോഡ് കുറവാണ് വരുന്നത്. അപ്പൊ അതും ചെറിയ സ്പാനിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ ജോയിസ്റ്റിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബ്രിഡ്ജിങ് ജോയിസ്റ്റും നമ്മുടെ എന്താണ് ഫ്ലോറിംഗിന്റെ ബോർഡ്, അതായത് ഫ്ലോറിംഗ് മെറ്റീരിയൽ ഏതാണോ അത് നമ്മൾ എവിടെ വെച്ചിരിക്കുന്നു? ജോയിസ്റ്റിന്റെ മുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ, ജോയിസ്റ്റും ബോർഡും. ഡബിൾ ജോയിസ്റ്റ് വരുമ്പോൾ എന്താണ്? ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ബൈൻഡറും കൂടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ട്രിപ്പിൾ ജോയിസ്റ്റ് വരുമ്പോൾ ബൈൻഡറിനെ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗിർഡേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുക. സിംഗിൾ ജോയിസ്റ്റ് വരുമ്പോൾ എന്താണ്? ബ്രിഡ്ജിങ് ജോയിസ്റ്റും എന്താണ് മറ്റേ ബോർഡും, അതായത് ഫ്ലോർ ബോർഡ്. രണ്ടാമത്തെ ഡബിൾ ജോയിസ്റ്റ് വരുമ്പോൾ ബൈൻഡർ ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ട്രിപ്പിൾ ജോയിസ്റ്റ് വരുമ്പോൾ ബൈൻഡറിന്റെ കൂടെ അഡീഷണലി വരുന്നത് ഗിർഡർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ട്രിപ്പിൾ ജോയിസ്റ്റിന്റെ ഒരു ഫിഗർ ആണ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഫ്ലോറിംഗ് ഈസ് നോൺ ആസ് കോമ്പോസിഷൻ ഫ്ലോറിംഗ്?
കോമ്പോസിഷൻ ഫ്ലോറിംഗ് എന്ന് വിളിക്കുന്നത് ഏത് ഫ്ലോറിങ്ങിനെയാണ്? ലിനോലിയം, മാഗ്നസൈറ്റ്, കോർക്ക് ആൻഡ് ബിറ്റുമിൻ, ഗ്ലാസ് ആൻഡ് ആസ്ബെസ്റ്റോസ്. ഒരുപാട് പേര് നമുക്ക് ഈ ഒരു മീറ്റിലുണ്ട്, പക്ഷെ കുറച്ച് പേര്, അതായത് എപ്പോഴും ആൻസർ പറയുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അവർ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആൻസർ പറഞ്ഞവരെല്ലാം കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ളവരൊന്നും ഹാങ്ങൊന്നുമില്ല. ഓക്കെ, സോ മാഗ്നസൈറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ കോർക്ക് ആൻഡ് ബിറ്റുമിൻ, ഗ്ലാസ് ആൻഡ് ആസ്ബെറ്റോസ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അത് കോമ്പോസിഷൻ ഫ്ലോറിംഗ് അല്ല. ഓക്കെ, മാഗ്നസൈറ്റ് ആണ് കോമ്പോസിഷൻ ഫ്ലോറിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The temporary vertical support to the walls, roof, floors, etc. when lower portion is to be removed for the purpose of providing openings or rebuilding is. Okay, simple ആണ് അല്ലെ? വെർട്ടിക്കൽ സപ്പോർട്ട് ഉണ്ട്, ഹൊറിസോണ്ടൽ സപ്പോർട്ട് ഉണ്ട്, ഇൻക്ലൈൻഡ് സപ്പോർട്ട് ഉണ്ട് അല്ലെ നമ്മുടെ ഷോറിങ്ങിൽ. അപ്പോ ഇതില് ഡെഡ് ഷോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പല കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. സോ ഡെഡ് ഷോർ, വെർട്ടിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡെഡ് ഷോർ ആണ്. അപ്പോ അതുപോലെ തന്നെ ആൻസർ വരുന്നത് കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞത് ബി, ഡെഡ് ഷോർ ആണ്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വരും? ഫ്ലൈയിങ് ഷോർ ആണ് അല്ലെ, പറക്കുന്നത് അല്ലെ. ഹൊറിസോണ്ടലി നമ്മൾ കൈ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടാണ് പറക്കുന്നത്, അത് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ സപ്പോർട്ട് വരുമ്പോഴത്തേന് ഫ്ലൈയിങ് ഷോർ ആണ്. ഇൻക്ലൈൻഡ് സപ്പോർട്ട് ആണെങ്കിൽ റൈറ്റിംഗ് ഷോർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വോൾ തിക്നെസ് ഓഫ് ഗാർഡൻ വോൾ ബോണ്ട്. ഗാർഡൻ വോൾ ബോണ്ടിന്റെ വോൾ തിക്നെസ് എത്രയാണ്? ഐശ്വര്യ, കൃഷ്ണേന്ദു, അനന്തു, ശ്രീനി ഇവരൊക്കെയാണ് മെയിനായിട്ടും എന്താണ് എപ്പോഴും എല്ലാ ക്വസ്റ്റിനും ആൻസർ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആഷ്ലി, ഇന്ദു. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. 20 സെന്റിമീറ്റർ ആണ്. അതായത് എത്രയാണ്? ഒരു ബ്രിക്കിന്റെ തിക്കായിരിക്കും. ഒരു ബ്രിക്ക്, 1 ബ്രിക്ക് തിക്ക് അല്ലെ, തിക്നെസ് ആണ് ഗാർഡൻ വോൾ ബോണ്ടിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ വെർട്ടിക്കൽ ഷോർ അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടൽ മെമ്പർ ആൻഡ് vertical members, these are. In a vertical shore arranged in horizontal member and vertical members, these are. വെർട്ടിക്കൽ ഷോറിങ്ങില് ഹൊറിസോണ്ടൽ മെമ്പർ ആയിട്ടും വെർട്ടിക്കൽ മെമ്പേഴ്സ് ആയിട്ടും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഏതിനെയാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെർട്ടിക്കൽ മെമ്പർ എന്താണ്? ഡെഡ് ഷോർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഓർക്കുക, ഒരു വെർട്ടിക്കൽ ഷോറിങ്ങിൽ ഹൊറിസോണ്ടൽ മെമ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നീഡിൽസ് ആയിരിക്കും. ഓക്കെ, അത് മാത്രമായിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യന് ചോദിക്കാം, അല്ല സോറി എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The lower end of a hip rafter is generally supported on a diagonal piece of wood which is laid across the corner of the wall. The diagonal piece is known as. ഒരു ഹിപ്പ് റാഫ്റ്ററിന്റെ ലോവർ എൻഡ് നമ്മളൊരു പെർട്ടിക്കുലർ മീൻസ് മെമ്പറിലാണ് അല്ലെങ്കിൽ പീസ് ഓഫ് വുഡിലാണ് വെച്ചേക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഡ്രാഗൺ ബീം. ആക്ച്വലി നമ്മൾ ഡ്രാഗൺ ബീം അല്ലെങ്കിൽ ഡ്രാഗൺ ടൈസ് എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ആംഗിൾ ടൈ എന്നും വിളിക്കും. സോ ഓൾ ഓഫ് ദി അബോ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഡ്രാഗൺ ബീം, ഡ്രാഗൺ ടൈ, ആംഗിൾ ടൈ ഇതൊക്കെയാണ്. സോ നെക്സ്റ്റിൽ ഞാനൊരു ഫിഗർ കൂടി കാണിച്ചിട്ടുണ്ട്, അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടെ. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഡ്രാഗൺ ടൈ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The coping between apex and skew corbel in the case of gable wall is known as. അപ്പെക്സിനും സ്ക്യൂ കോർബലിനും ഇടയ്ക്കുള്ള പോർഷൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ഒരു ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസ് നല്ലപോലെ വരാറുണ്ട്. സോ അപ്പെക്സ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ആണ് അല്ലെ, ടോപ്പ് പോർഷൻ. അതൊരു ഗേബിൾ റൂഫ് അല്ലെങ്കിൽ ഗേബിൾ എൻഡിൽ വരുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ അപ്പെക്സ് എന്ന് പറയുന്നത്. സ്ക്യൂ കോർബൽ എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തെ പോർഷൻ ആണ്. സ്ക്യൂ കോർബലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് സ്പ്രിംഗർ എന്ന് പറയുന്നത് അല്ലെ. then അതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? നീളർ ആണ്. ഓക്കെ, സോ ആൻസർ ബി കറക്റ്റ് ആണ്, നീളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സിൽ ബിയോണ്ട് ദി ഫേസ് ഓഫ് ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിൻഡോയുടെ ഹെഡ് അല്ലെങ്കിൽ സില്ല്, ഹെഡ് എന്ന് വെച്ചാൽ ടോപ്പ് പോർഷൻ, സില്ല് എന്ന് വെച്ചാൽ താഴത്തെ പോർഷൻ, അതിൽ നിന്നും പ്രൊജക്ട് ചെയ്ത്, അതായത് നമ്മുടെ വോളിന്റെ ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ പ്രൊജക്ഷനെ വിളിക്കുന്ന പേരെന്താണ്?
ആൻസർ കറക്റ്റ് ആണ്, ഹോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഹോൺ എന്ന് പറയുന്നത്. ഹെഡിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റില്ലിൽ നിന്നും ഒക്കെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The window which is provided in a room which has greater ceiling height than the surrounding room. The window which is provided in a room which has greater ceiling height than the surrounding room. ഞാൻ നേരത്തെ 4 ടൈപ്പ് ഓഫ് വിൻഡോസിന്റെയും ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ആണ് അല്ലെ? അതെ, ക്ലിയർ സ്റ്റോറി വിൻഡോ ആണ് അല്ലെ? മീൻസ് സീലിംഗ് ഹൈറ്റിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് വിൻഡോ എന്ന് പറയുന്നത് ക്ലിയർ സ്റ്റോറി വിൻഡോ. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A short sections of wood or steel which are fixed on the principal rafters of trusses to support the purlin. പർലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓർക്ക വുഡ് അല്ലെങ്കിൽ സ്റ്റീൽ ആണ്. ഓക്കെ, ഓക്കെ, ആൻസർ ക്ലീറ്റ്. കറക്റ്റ് ആണ്, ക്ലീറ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിന്റെ ഓപ്ഷൻ കാണുമ്പോൾ ബാക്കിയെല്ലാം എന്താണ് ഫംഗ്ഷൻ എന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഞാൻ ഒരു ഫിഗർ കൂടി കാണിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് റൂഫ് ട്രസ്സിൽ കണ്ടോ ഓരോ ഭാഗത്തും വന്നിരിക്കുന്നത് വോൾ പ്ലേറ്റ്, എഡ്ജിലായിട്ട് വോൾ പ്ലേറ്റ് വന്നേക്കുന്നു, റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ വരുന്നത് എന്താണ്? പർലിൻ. കണ്ടോ പർലിൻ വെച്ചിരിക്കുന്നത് അറിയാലോ, പർലിന്റെ സമീപത്തായിട്ടാണ് നമ്മൾ ക്ലീറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വെച്ചാൽ പിന്നെ ടെംപ്ലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which chemical is used as a soil treatment in termite proofing? ടെർമൈറ്റ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സോയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ആൻസർ പറയുന്നവരെല്ലാരും എല്ലാത്തിനും ആൻസർ പറയുന്നുണ്ട്. കുറെ പേരൊക്കെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് കറക്റ്റ് ആണ്, ആൽഡ്രിൻ ആണ് അല്ലെ? ആൽഡ്രിൻ ആണ് നമ്മൾ മീൻസ് ടെർമൈറ്റ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കെമിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In ordinary residential building, the DPC may be provided between ground level and water table level, at ground level, at plinth level, at sill level. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ, അറ്റ് പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവലിലാണ് DPC നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? മീൻസ് വെള്ളത്തിന്റെ മോയ്സ്ചർ ഒക്കെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഡാം പ്രൂഫ് കോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Piece of timber in door or window fixed in an inclined position within a frame is known as. ജാമ്പ്, ലൂവർ, മുല്യം, ട്രാൻസ്ഫോം. ഓക്കെ, ട്രാൻസ്ഫോമും മുല്യനും എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ജാമ്പും പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ എന്താ വരുന്നത്? എന്താണ്? ലൂവർ ആണ്. അതായത് ഇൻക്ലൈൻഡ് മെമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡോറിന്റെയും വിൻഡോയിലും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഇൻക്ലൈൻഡ് പൊസിഷനിൽ ഫിക്സ് ചെയ്യുന്ന ഫ്രെയിമിനെ വിളിക്കുന്ന പേര് ലൂവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ലൂവർ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഇൻക്ലൈൻഡ് പൊസിഷൻ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കും, പക്ഷെ ആക്ച്വലി ഇത് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നതാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലൂവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The end bearing for lintels should be greater than. End bearing for lintels should be greater than. ലിൻഡലിന്റെ ലിമിറ്റ് ആസ് പെർ IS കോഡ് അതാണ് പറയുന്നത്. So first one 100 mm depth of lintel, breadth of brick wall, 1/12 of span. ഈ അടുത്ത് നടന്ന ഒരു PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണിത് കേട്ടോ. ഓക്കെ, ആദ്യം കുറച്ചു പേരൊക്കെ A ആണ് പറഞ്ഞത്, ഇപ്പൊ കുറെ പേരൊക്കെ സിയും പറയുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ളത് C ആണ്. ഓക്കെ, അതായത് 100 mm നമ്മുടെ കോഡിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ ആ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അതിൽ 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 100 mm. ദെൻ വരുന്നത് ഡെപ്ത് ഓഫ് ലിൻഡൽ, കോഡിൽ ഹൈറ്റ് ഓഫ് ദി ലിൻഡൽ എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും സെയിം തന്നെ. ദെൻ വരുന്നത് ബ്രെഡ്ത്ത് ഓഫ് ബ്രിക്ക് വോൾ, അത് നമുക്ക് ഒരിക്കലും പറയില്ല, കാരണം അത്രയും വരത്തില്ലല്ലോ. പിന്നെ വരുന്നത് 1/12 ഓഫ് ദി സ്പാൻ ആണ് പറയുന്നത്. കോഡിൽ പറയുന്നത് റേഞ്ച് ആണ് 1/10 to 1/12 ആണ് കേട്ടോ. അപ്പൊ ആ ഒരു 3 വാല്യൂസ് ആണ് ലിൻഡലിന്റെ കേസിലുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ 10 സെന്റിമീറ്റർ, രണ്ടാമത്തെ ഹൈറ്റ് ഓഫ് ദി ലിൻഡൽ, മൂന്നാമത്തെ റേഞ്ച് 1/10 to 1/12 ഓഫ് ദി സ്പാൻ. അപ്പൊ ആൻസർ വരുന്നത് C ആണ്. C പറഞ്ഞവര് A പറഞ്ഞവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ,
ഓരോന്നിന്റെയും കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഏതാണ്? ക്ലിയർ ആവുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു പേജിൽ കംപ്ലീറ്റ് മീൻസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. ബാറ്റേൺസ്, പർലിൻസ്, ഹിപ്പ് റാഫ്റ്റേഴ്സ്, വാലി റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ. ബാറ്റേണും പർലിൻസും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ? ഹിപ്പ് റാഫ്റ്റർ, വാലി റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റേഴ്സ്. എല്ലാവരും നല്ലപോലെ നോക്കുക കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാച്ച് ദി ഫോളോയിങ്ങും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. നല്ലപോലെ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. റൂഫ് കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്? നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. റൂഫ് കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബാറ്റേൺസ് അല്ലേ? അല്ലെ? ബാറ്റേൺസ് ആണ് റൂഫ് കവറിംഗ് മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒന്നിന് കറസ്പോണ്ടിങ് 4 വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സി എങ്ങനെ വരും? സി വരത്തില്ലല്ലോ. ബാറ്റേൺസ് ആണ് റൂഫ് കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും സി വരത്തില്ല. നമുക്ക് എല്ലാ ഓപ്ഷൻസ് മീൻസ് എല്ലാം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. So battens members nailed to the rafters to give support for the roof covering materials ആണ്. ഒന്നിന് കറസ്പോണ്ടിങ് 4 ആണ്. ഓക്കെ, ബാറ്റൻസിന് കറസ്പോണ്ടിങ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. പർലിൻ എന്ന് പറയുന്നത് എന്താണ്? റാഫ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പർലിൻസ്. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ? റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പർലിൻസ്. പ്രത്യേകിച്ച് അത് വ്യത്യാസം മീൻസ് നിങ്ങൾ ചിലപ്പോൾ ഓർഡറിലായിരിക്കും പഠിക്കുന്നത്. റൂഫ് കവറിംഗ് മെറ്റീരിയൽസ്, ബാറ്റേൺസ്, ദെൻ റാഫ്റ്റർ, പർലിൻസ്, ഇങ്ങനെ ഒരു ഓർഡറിലായിരിക്കും ചിലപ്പം ആരോ ഇട്ട് പഠിച്ചു വെച്ചേക്കുന്നത്. സോ പർലിൻ എന്ന് പറയുന്നത് റാഫ്റ്ററിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ 2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഒരു ക്വസ്റ്റിനെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാറ്റേൺസ് യൂസ് ചെയ്യുന്നത് നമ്മളെ റൂഫ് കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പർലിൻ കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ തന്നെ നമുക്ക് 2 കിട്ടി. ഓക്കെ, ആ 2 മതി നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട്. പിന്നീട് ഇടുന്ന ഹിപ്പ് റാഫ്റ്ററും വാലി റാഫ്റ്ററും ജാക്ക് റാഫ്റ്റേഴ്സും ആണ്. ഓക്കെ, പിന്നെ ഹിപ്പ് റാഫ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? അതായത് റാഫ്റ്റർ വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു വാലി, അതാണ് അതായത് ഹയസ്റ്റ് പോയിന്റിൽ നിന്നുള്ളത്. അപ്പൊ അതാണ് 3ക്ക് കറസ്പോണ്ടിങ് 3 തന്നെ ആയിരിക്കും. ഓക്കെ, വാലി റാഫ്റ്റർ എന്ന് പറയുമ്പോൾ റാഫ്റ്റർ വിച്ച് റൺ ഡയഗണലി ഫ്രം ബ്രിഡ്ജ് ടു കോർണേഴ്സ് ഓഫ് ദി വോൾ ആണ്. ഓക്കെ, സോ ബാക്കി നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ തെറ്റിച്ചവർക്കൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡി ആണ് ഓപ്ഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ മാർക്കുകളും പരീക്ഷയ്ക്ക് പോകുന്നത് കേട്ടോ. നല്ലപോലെ ആലോചിക്കുക. ടഫ് ആണെങ്കിലും അതിൽ നമുക്ക് കണ്ടെത്താവുന്ന കുറച്ച് കാര്യങ്ങൾ കാണും, അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഞാൻ റാഫ്റ്റർ, പർലിന് ഇതൊക്കെ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഒരു ഫിഗർ കൊടുക്കുകയാണ്. ജസ്റ്റ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The vertical component of a paneled door on which the lock and aldrop is placed is called. ലോക്കും ആൽഡ്രോപ്പും വരുന്നത് ഏതിലാണ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ലോക്ക് അല്ലെ? ലോക്ക് വരുന്ന സംഭവത്തിലാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതെ, ലോക്ക് സ്റ്റൈലിലാണ് അല്ലെ? ലോക്ക് സ്റ്റൈലിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ആൽഡ്രോപ്പും ലോക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൃഷ്ണേന്ദു ലോക്ക് സ്റ്റൈലിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് 4 സെന്റേർഡ് ആർച്ച്. 4 സെന്റേർഡ് ആർച്ചിന് എക്സാമ്പിൾ ഏതാണ്? ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ട്യൂഡർ ആർച്ച് ആണ്. ചിലർക്കെങ്കിലും ട്യൂഡർ ആർച്ച് ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ട്യൂഡർ ആർച്ചിന്റെ വേറൊരു പേരെന്താണ്? വെനീഷ്യൻ ആർച്ച്. ഓക്കെ, വെനീഷ്യൻ ആർച്ച് എന്നോ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ. വെനീഷ്യൻ യെസ്, അതെ, വെനീഷ്യൻ ആർച്ച് എന്നാണ് ട്യൂഡർ ആർച്ചിന്റെ മറ്റൊരു പേര് കേട്ടോ. അപ്പം ചിലർക്കെങ്കിലും അറിയില്ല എങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വെനീഷ്യൻ ആർച്ചിന്റെ മറ്റൊരു പേരാണ് ട്യൂഡർ ആർച്ച്. വെനീഷ്യൻ ആർച്ച് മാത്രമാണ് ആകെപ്പാടുള്ളത് 4 സെന്ററുള്ള ആർച്ച് അല്ലെ? സോ ട്യൂഡർ ആർച്ച് അതാണ്. പിന്നെ ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഡ്രോപ്പ് എന്ന് പറയുന്നത്, ഡ്രോപ്പ് ആർച്ച് എന്ന് വെച്ചാൽ പോയിന്റഡ് ആർച്ചിന്റെ തന്നെ ഒരു ഇതാണ് അല്ലെ, ഒരു മീൻസ് ടൈപ്പ് ആണ് ഡ്രോപ്പ് ആർച്ച് എന്ന് പറയുന്നത്. പോയിന്റഡ് ആർച്ചിന്റെ അതിന് 2 സെന്റർ ആണ്, 2 സെന്റേഡ് ആർച്ച് ആണ് ഡ്രോപ്പ് ആർച്ച്. പിന്നീട് വരുന്ന എന്താണ്, സെഗ്മെന്റൽ ആർച്ച് ആണ്. നിങ്ങൾ ഒരു ഓക്കെ, ഗോത്തിക് ആർച്ച്. നെക്സ്റ്റ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അതെ ഗോത്തിക് ആർച്ച് തന്നെ. പിന്നെ വരുന്ന എന്താണ്, മറ്റേ സെഗ്മെന്റൽ ആർച്ച്. സെഗ്മെന്റൽ ആർച്ച് നിങ്ങൾ ഓർഡറിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം പഠിക്കുന്ന ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെന്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, അതെല്ലാം 1 സെന്റേഡ് ആണ്. പിന്നീട് വരുന്ന ബുൾസൈ ആർച്ച്, അത് എന്താണ്, ബുൾസൈ അല്ലെ, വട്ടത്തിലിരിക്കുന്നതാണ്. സോ അതിന് ഒറ്റ സെന്റർ എന്നുള്ള രീതി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്യൂട്ടബിൾ സ്പാൻ ഫോർ എ ഡബിൾ ജോയിന്റ് ടിംബർ ഫ്ലോർ ഇസ്. ഡബിൾ ജോയിന്റ് ടിംബർ ഫ്ലോറിന്റെ സ്യൂട്ടബിൾ സ്പാൻ എത്രയാണ്? മിക്കവാറും ഡബിളും ട്രിപ്പിളും ചോദിക്കാറുള്ളതാണ് സ്പാൻ. ഓക്കെ, ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. എ ആണ്. 3.6 മീറ്റർ ടു 7.5 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഡബിൾ ജോയിസ്റ്റിന്റെ നമ്മൾ നോർമലായിട്ട് സിംഗിൾ ജോയിസ്റ്റ് ടിംബർ ഫ്ലോർ ഉപയോഗിക്കുന്നത് ഒരു 4 മീറ്റർ മാക്സിമം. ഓക്കെ, 4 മീറ്റർ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2.5 മീറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ സപ്പോർട്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സിംഗിൾ ജോയിന്റ് അല്ല കേട്ടോ, ഇവിടെ ജോയിസ്റ്റ് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ജോയിസ്റ്റ് ആണ്. ഓക്കെ, ജോയിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ജോയിസ്റ്റ് വരുമ്പോൾ 3.6 മുതൽ 7.5 വരെ. അതായത് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ഇതിലേക്ക് പോകും തോറും അതിലേക്ക് വരുന്ന ലോഡിന്റെ എമൗണ്ട് മീൻസ് ഹെവിയർ ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ പിന്നീട് നമ്മൾ ട്രിപ്പിൾ ജോയിന്റ് വരുമ്പോൾ എത്ര വരും? 5 മീറ്റർ മുതൽ 7.5 മീറ്റർ ആണ്. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അതെ, 5 മീറ്റർ തൊട്ട് മുകളിലേക്ക് വരും. അതാണ് ട്രിപ്പിൾ ജോയിസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following type of door can allow air circulation and privacy even when it is closed? നമ്മൾ ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. നമ്മൾ കാണുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കുമെങ്കിലും അതിന്റെ ഓരോ പാനലും എന്താണ്, മീൻസ് ഓരോ മെമ്പറുകളും ഇൻക്ലൈൻഡ് ആണ് എന്ന് വെച്ചാൽ ചെറിയൊരു വിടവുണ്ട് അല്ലെ. ആ വിടവിലൂടെ എയർ സർക്കുലേഷനും എല്ലാം നമുക്ക് ആക്കാൻ പറ്റും. അപ്പം പ്രൈവസിയും ഉണ്ട് അല്ലെ. നമുക്കറിയാവുന്നതാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഡോറുകളൊക്കെ നമ്മൾ റെയിൽവേ കോച്ച് മീൻസ് റെയിൽവേ കോച്ചിലും ഒക്കെ ഉള്ള ടൈപ്പാണ് അല്ലെ. സോ എന്താണിത്? ലൂവേർഡ് ഡോർ ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഡെപ്ത് ഓഫ് സ്റ്റോൺ ലിൻഡൽ ഷുഡ് ബി. സ്റ്റോൺ ലിൻഡലിന്റെ ഡെപ്ത് ഓഫ് ലിൻഡൽ എന്ന് പറഞ്ഞാലും അത് സെയിം ആൻസർ തന്നെ വരുള്ളൂ. സോ 15 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ആൻഡ് 20 സെന്റിമീറ്റർ. ഓക്കെ, ഡെപ്ത് ഓഫ് ലിൻഡൽ എന്ന് ചോദിച്ചാലും സ്റ്റോൺ ലിൻഡൽ എന്ന് ചോദിച്ചാലും വുഡ് ലിൻഡൽ എന്ന് ചോദിച്ചാലും ഒക്കെ എല്ലാം ഏകദേശം ഒരേ വാല്യൂസ് തന്നെയാണ്. സോ ഒരാള് 15 സെന്റിമീറ്റർ, ഒരാൾ 8 സെന്റിമീറ്റർ ആണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഒരാളല്ല. ഓക്കെ, അപ്പൊ 15 സെന്റിമീറ്റർ അത്രയും ഡെപ്ത് ഒക്കെ നമ്മൾ കൊടുക്കണമെങ്കിൽ അത് മീൻസ് ബ്രിക്കിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, 15 ഒക്കെ മീൻസ് നമ്മുടെ നോർമലായിട്ട് നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് 15-നും ഒരു 10-നും 20-നും ഇടയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അല്ലെ. അതെ, നമ്മുടെ ഡെപ്ത് ഓഫ് സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് കേട്ടോ. സ്റ്റോൺ ലിൻഡൽ എന്നല്ല, ഡെപ്ത് ഓഫ് ലിൻഡൽ എന്ന് ചോദിച്ചാലും 8 സെന്റിമീറ്റർ ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. The diameter of bar used in lintel for span 1.5 to 2 meter. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ സ്പാനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ലിൻഡലിൽ ഉപയോഗിക്കുന്ന ബാറിന്റെ ഡയമീറ്റർ എത്രയാണ്? ആൻസർ ഒരാൾ ഡി പറഞ്ഞു, കൃഷ്ണേന്ദു ഡി ആണ് പറഞ്ഞത്. ഓക്കെ, ആഷ്ലി ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ് കേട്ടോ. 10 mm ആണ് നമ്മൾ ലിൻഡലിൽ 1.5 മീറ്റർ ടു 2 മീറ്റർ. കുറച്ച് പേരൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ 10 mm ആണ് നമ്മൾ എന്താ കൊടുക്കുന്നത്, ഡയമീറ്റർ ഓഫ് ബാർ യൂസ് ചെയ്യാൻ ലിൻഡൽ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The minimum clearance kept between grillage beam and grillage foundation. കൃഷ്ണേന്ദു എ ആണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും ആൻസർ പറയാൻ ശ്രമിക്കുക. നിജ എ ആണ്, ഇന്ദു ബി ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഐശ്വര്യ ബി ആണ്. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ,
ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ആണ് കേട്ടോ. 8 സെന്റിമീറ്റർ ആണ് ഗ്രില്ലേജ് ബീമും, മീൻസ് ഗ്രില്ലേജ് ബീമുകൾ തമ്മിലുള്ള ഗ്രില്ലേജ് ഫൗണ്ടേഷനും ഗ്രില്ലേജ് ബീമുകൾക്ക് ഇടയ്ക്കുള്ള ക്ലിയറൻസ് എന്ന് പറയുന്നത് മിനിമം നമ്മൾ കൊടുക്കുന്ന 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെമ്പററി സ്ട്രക്ചർ ടു സപ്പോർട്ട് ആർച്ച് ഡ്യൂറിംഗ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അനന്തു എ ആണ് പറഞ്ഞേക്കുന്നത്, കൃഷ്ണേതു ഡി. ഓക്കെ, ഷട്ടറിംഗ് അല്ല കേട്ടോ, ഷട്ടറിംഗ് അല്ല, സെന്ററിംഗ് ആണ്. ഓക്കെ, ആർച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്റർ ആണ് യൂസ് ചെയ്യുന്നത്. സെന്റർ എന്നാണ് അതിന്റെ പേര്. സെന്ററിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഈ ആർച്ചിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്, സെന്ററിങ്ങിന് വേണ്ടിയിട്ട്, സ്ട്രൈക്കിംഗ് ഓഫ് സെന്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് പറഞ്ഞ ഒന്ന് ആരെങ്കിലും കമന്റ് ചെയ്തേ. സ്ട്രൈക്കിംഗ് ഓഫ് സെന്ററിങ്, ആർച്ചിന്റെ സെന്ററിങ് സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. സാൻഡ് ബോക്സ് മെത്തേഡ്, അതെ കറക്റ്റ് ആണ്. സാൻഡ് ബോക്സ് മെത്തേഡ് ആണ് സ്ട്രൈക്കിംഗ് ഓഫ് സെന്ററിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മേസൺറി ഹാസ് റെഗുലർ സ്റ്റോൺസ് ഓഫ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഷേപ്പ് വിത്ത് ആക്യുറേറ്റ് ബെഡ് ജോയിന്റ്സ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ? കോസ്റ്റ് റബിൾ മേസൺറി, ആഷ്ലാർ ഫൈൻ മേസൺറി, അൺകോസ്റ്റ് റബിൾ മേസൺറി, റാൻഡർ റബിൾ മേസൺറി. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ആഷ്ലാർ ഫൈൻ മേസൺറി. ആഷ്ലാർ മേസൺറി എന്ന് വന്നാലും കറക്റ്റ് ആണ് അല്ലെ? ആഷ്ലാർ ഫൈൻ മേസൺറി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്കഫോൾഡ് ഈസ് സ്യൂട്ടബിൾ ഇഫ് പ്രോപ്പർ ഹാർഡ് ഗ്രൗണ്ട് ഇസ് നോട്ട് അവൈലബിൾ ഫോർ സ്റ്റാൻഡേർഡ്സ് ടു ട്രസ്റ്റ്? നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ? ഓക്കെ, കാൻലിവർ സ്കഫോൾഡ്, ബ്രിക്ലെയർ സ്കഫോൾഡ്, ഇൻഡിപെൻഡന്റ് സ്കഫോൾഡ്, സസ്പെൻഡഡ് സ്കഫോൾഡ്. ആൻസർ കറക്റ്റ് ആണ്. കാൻലിവർ സ്കഫോൾഡ്. കാൻഡിലിവർ സ്കഫോൾഡിനെ തന്നെയാണ് നമ്മൾ നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ? സോ കാൻലിവർ സ്കഫോൾഡിംഗ് ഈസ് ഓൾസോ നോൺ ആസ് നീഡിൽ സ്കഫോൾഡിംഗ്. അത് ഉപയോഗിക്കുന്നത് 3 സിറ്റുവേഷൻസിലാണ്. ആ 3 സിറ്റുവേഷൻസ് ഏതെല്ലാമാണെന്ന് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് യൂസ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിക്ക് വർക്ക്. ബ്രിക്ക് വർക്കിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് PSC എക്സാമിന് മിക്കവാറും പേരൊക്കെ സിംഗിൾ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ ബ്രിക്ലെയേഴ്സ് ആ ഒരു രീതിയിൽ പോയി. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കത്തില്ല. അപ്പം കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ കർപ്പിക്കുന്നതാണ്. പിന്നീടാണ് നോക്കുന്നത് എല്ലാം എന്താണ് ഒരു സ്കഫോൾഡിങ്ങിന്റെ തന്നെ പേരുകളാണ്. സിംഗിൾ സ്കഫോൾഡിങ്, പുട്ട്ലോക്ക് സ്കഫോൾഡിങ്, ബ്രിക്ലെയർ സ്കഫോൾഡിങ്. ഓക്കെ, അപ്പൊ 3ഉം സെയിം തന്നെയാണ്. സോ നമ്മൾ എന്താണ് ബ്രിക്ക് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബ്രിക്ലെയർ സ്കഫോൾഡിംഗ് ആണ് അല്ലെ? സോ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ്. മാക്സിമം എല്ലാ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ എല്ലാവരും നോക്കിയിട്ട് വരിക. നോക്കിയിട്ട് വരുമ്പോൾ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ കൂടെ അഡീഷണൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ തന്നെ വരിക, തേർഡ് മൊഡ്യൂളിലെ ഡിസ്കഷന് വേണ്ടിയിട്ട്.